പ്രതീക്ഷിച്ചില്ല. ഞാൻ എല്ലാം അവിടെ നോക്കിയേ. ഞാൻ തെറിപ്പിക്കാനായിട്ട് നിൽക്കുന്നതിന്. സ്നേഹ ഇത് പൊളിച്ചിന് കേട്ടോ നമ്മളെ ട്രിപ്പില്. ഇവിടെ ഫാമിലി ആയിട്ടാണ് പുറത്ത്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെ ഡേ 5 ഇൻ ഫുക്കറ്റ് ആണ്. നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ ഇന്ന് 5 ആണ്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെ ഡേ 4 ഇൻ ഫുക്കറ്റ് ആണ്. നമ്മൾ ഇന്നലെ രാത്രി ഫുക്കറ്റിലെത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് എന്ന് പറയാം, കാഫേ അറ്റ് ലവ് 22. നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരെ സർവീസ് അടിപൊളിയാണ്. അങ്ങനെ ബാങ്കോക്ക് പട്ടായൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളിപ്പോ ഇനി ഫുക്കറ്റിലേക്ക് പോകുന്നതാണ്. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് എയർപോർട്ടിൽ വണ്ടി കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ വണ്ടിയിൽ ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ മറന്നുപോയി. മീൻസ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഫില്ല് ചെയ്യണത് നമ്മൾ വെച്ച് എയർപോർട്ടിന് അടുത്തുണ്ടാവുന്നു. ഇപ്പൊ ഏകദേശം നമ്മൾ എയർപോർട്ടിന് അടുത്തെത്തി, പക്ഷെ എവിടെയും ഫില്ലിംഗ് സ്റ്റേഷൻ കാണുന്നില്ല. എന്തായാലും അതിന്റെ ഒരു ടെൻഷനിലാണ് നമ്മളിപ്പോ. അങ്ങനെ ഫൈനലി വണ്ടിയൊക്കെ ഫ്യൂവൽ ഫില്ല് ചെയ്ത് വണ്ടി റിട്ടേൺ കൊടുത്ത് നമ്മൾ എയർപോർട്ടിനകത്ത് ചെക്ക് ഇൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വീഡിയോസ് ഒക്കെ നമ്മൾ എടുക്കാൻ പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ഫണ്ണൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും കൂടി ഇൻഫർമേഷൻ കൂടി പറഞ്ഞുതരാം. നമ്മൾ കാർ റിട്ടേൺ കൊടുക്കുമ്പോൾ മാക്സിമം ഫില്ല് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫ്യൂവൽ കംപ്ലീറ്റ് എയർപോർട്ടിന്റെ അടുത്ത് വെച്ച് ഫില്ല് ചെയ്യാൻ ചോദിക്കണ്ട. ചില സമയം എയർപോർട്ടിന്റെ അടുത്ത് ഫ്യൂവൽ സ്റ്റേഷൻ ഇല്ലാതിരിക്കും. നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്തോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫുക്കറ്റിലേക്ക് പോകാൻ വേണ്ട ഫ്ലൈറ്റ് കയറാൻ പോകുന്നതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 1 hour ട്രാവലേ ഉള്ളൂ. 1 hourനുള്ളിൽ നമ്മൾ ഫുക്കറ്റിലെത്തും. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഹോം സ്റ്റേ കൈൻഡ് ഓഫ് കാര്യമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ക്യാബ് എടുത്തിട്ട് വേണം നമ്മുടെ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല. അതുപോലെ ഇവിടത്തേക്കുള്ള എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റും നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്, ഈ ഫുക്കറ്റിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം. കാരണം അതിന് ജസ്റ്റ് ടൈം ബുക്ക് ചെയ്യുമ്പം ഫ്ലൈറ്റ് റേറ്റ് കൂടണ്ടെന്നുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തതാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മളെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ, കഫേ അറ്റ് ലവ് 22. അപ്പൊ ഇതൊരു ചെറിയ ഹോം സ്റ്റേ ആണ്. വളരെ മിനിമം നമ്പർ ഓഫ് റൂംസേ ഉള്ളൂ. ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. അതുപോലെ ഇതിന്റെ റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം. ഇതിന്റെ അകത്തൊരു 1 BHK പോലെയാണ്. ഒരു ഹാളും അതിന്റെ കൂടെ ഒരു ബെഡ്റൂമും. നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആണ്. അപ്പൊ ഇവരൊക്കെ ഫുഡൊക്കെ എടുത്തു വെക്കേണ്ട തിരക്കാണ്. നമ്മൾ ഇതിന്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു 7-Eleven ഉണ്ട്. അവിടുന്ന് നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിയത്. അത് ഞാൻ രാവിലെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് റൂം. അതായത് ഹാളിൽ ഒരു ബെഡ് ഇട്ടുണ്ട്, അതുപോലെ റൂമിൽ ഒരു ബെഡ് ഇട്ടുണ്ട്. ഫുൾ AC അങ്ങനെ എല്ലാം ഇതുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഒരു മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഹോം സ്റ്റേ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക. നമ്മൾ പലരുടെയും വീഡിയോ കണ്ടിച്ചാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് മോശമാണെന്ന് തോന്നിയിട്ടില്ല. നിങ്ങൾ എക്സ്പെൻസീവ് ആയ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുക്കറ്റിൽ ഈ ഒരു പ്ലേസ് പരിഗണിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് റൂമിന്റെ വ്യൂസ്. ഇനി നമുക്ക് നാളെ മോർണിംഗ് കുറച്ച് ആക്ടിവിറ്റീസിന് പോകാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുന്നാണ് 7-Eleven അല്ലേ മാളോ? ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കും എന്താ 7-Eleven ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റ് വരെ അങ്ങനത്തെ എടുത്തോ. 20 ബട്ടർ ടോസ്റ്റ് ഇതെന്നാടാ ക്രാബാന്നല്ലോ. പപ്സ് ഉണ്ടാവല്ലോ മാളു. ഇത് വെച്ചിട്ട് 20 റോൾ കേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് റെഡിമെയ്ഡ് ഫുഡ്സ് ആണ്. പലതരം ബർഗർ, സാൻഡ്വിച്ച്, കേക്ക്, ഈ പേസ്ട്രീസ്, പിന്നെ ബ്രെഡിന്റെ കുറെ ഐറ്റംസ്, പിന്നെ ജ്യൂസ്, അങ്ങനെ കുറെ. അതായത് എല്ലാം നമുക്ക് ജസ്റ്റ് കഴിക്കുക വേണ്ടു. ഇവിടെ തന്നെ ഇവർ ചൂടാക്കി തരും. നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങുക, കഴിക്കുക. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നതും പറ്റാത്തതും എല്ലാം ഉണ്ട്. അതായത് പോർക്ക്, പിന്നെ അങ്ങനത്തെ കുറെ ക്രാബ്, അങ്ങനത്തെ കുറെ ചില വെറൈറ്റികളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നമ്മളെ കുറച്ച് ബർഗർ, പിന്നെ ചിക്കൻ്റെ പോലത്തെ അങ്ങനത്തെ നോർമൽ സാധനങ്ങൾ മാത്രം എടുത്തു. അങ്ങനെ നമ്മളെ ഫുക്കറ്റിലെ ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ പോകുന്നത് ATV റൈഡിനാണ്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒരു 1 hour അല്ല 1.5 hourന്റെ ഒരു പാക്കേജ്. അവിടെയുള്ള കുറച്ച് ഒരു 1-2 വ്യൂ പോയിന്റ് പോലത്തെ ഏരിയയും ഒരു ബുദ്ധന്റെ ടെമ്പിളും അതിന്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു 1 hour ATV റൈഡ്. അതുപോലെ നമ്മൾ പോയ ട്രിപ്പിലെ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ATV റൈഡ്. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ക്ലൂക്ക് വഴിയാണ്. അപ്പൊ ക്ലൂക്ക് വഴി നമ്മൾ ഇന്ന് പോകണ്ടെങ്കിൽ ഇന്നലെ ബുക്ക് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. കാരണം അവരെ സെർവറിൽ അത് അപ്ഡേറ്റ് ആവണം.
അപ്പൊ ഇവിടുന്ന് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ബോൾട്ട്, പിന്നെ ഒന്ന് ഗ്രാബ് എന്നും പറഞ്ഞിട്ട്. വരുന്ന വണ്ടികളൊക്കെ നല്ല അടിപൊളി വണ്ടികളാണ് കേട്ടാ ക്യാബ് ബുക്ക് ചെയ്താല്. അപ്പോൾ 2 ആപ്പും കമ്പയർ ചെയ്തിട്ട് മാത്രം ബുക്ക് ചെയ്താൽ മതി. അന്നേരത്തേക്ക് നല്ല ബെസ്റ്റ് റേറ്റിന് ക്യാബ് കിട്ടും. എനിക്ക് ഡ്രൈവർ വേണം, പാസഞ്ചർ മാത്രമല്ല. ഫാസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് അങ്ങെത്തി പോവാ. അവര് ഫുൾ പ്രൊട്ടക്ഷൻ ഇട്ട് തരുവാടാ. ഇവരെ വണ്ടി പോക്കാൻ തോന്നടാ. അങ്ങനെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബുക്കിംഗ് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ലോട്ടിനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നല്ല ചളിയൊക്കെ ആവുന്നതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഡ്രസ്സൊന്നും ഇട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഡ്രസ്സൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവർ സേഫ്റ്റി ഗിയർ എന്നൊന്നും പറയാനില്ല. ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ടാന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇവരെ വണ്ടിയിലാണ് നമ്മൾ ഇതിന്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ക്ലോക്ക് റൂം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളെ ബാക്കിയുള്ള അത്യാവശ്യം ലഗേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാറുന്ന ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ വണ്ടി എത്തിയിട്ട് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾറെഡി വേറൊരു കപ്പിളും കൂടി ഉണ്ട് അതില്. മാള് ഞാൻ ഈ സാധനം ഓടിച്ചില്ല കേട്ടോ, മലത്തി അടിക്കലേക്ക് ഞാൻ. നീ ഓടിച്ചില്ല? ഇവൻ അന്ന് പോയതാ ചളിയിലല്ലോ. അത് വേറെ ഇത് വേറെ. ഇത് ഹാൻഡ്ലിംഗ് കുറച്ച് പവർ ഉണ്ടാവും. ഒന്നും ഇങ്ങനെ തിരിക്കണം. ഓക്കെ. മിലിറ്ററി വണ്ടിയിൽ എങ്ങനെ കയറുമോ? അപ്പോൾ വണ്ടി നല്ല അത്യാവശ്യം വലിയൊരു കയറ്റാന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു മലേന്റെ മുകളിലോട്ടാണ് പോകുന്നത്. അത് നല്ല സ്പീഡിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി. ശരിക്കും നമുക്ക് ഇത് വീഡിയോയിൽ അത്രത്തോളം മനസ്സിലാവുന്നല്ല. അത്രയും വലിയൊരു കയറ്റാണ് വണ്ടി കയറുന്നത്. പോയി അവസാനം റോഡൊക്കെ തീർന്ന് പിന്നെ കുറച്ച് ഓഫ് റോഡ് മീൻസ് മണ്ണിന്റെ റോഡായി. ടിക്കറ്റ് ടീമിലേക്ക് ഒട്ടിതാക്കി വെച്ചിനി. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി എടുക്കേണ്ട സ്പോട്ടിലെത്തി. ഇനി ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഇവിടുന്നാണ് നമുക്ക് ATV സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകാൻ കഴിയില്ല. ഇവിടെ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. അതുപോലെ ഇവിടെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളത്. തേങ്ങ പറിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ തേങ്ങ പറിക്കാനൊന്നും അറിയില്ല. 300 തായ്പാത്ത് ഫൈനാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങക്ക്. എന്താണെന്നറിയില്ല. അതുപോലെ നമുക്ക് ഗൈഡ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ ഇവിടെയുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കാണിച്ചു തന്നു. ഇതൊക്കെയാണ് റൂൾസ്. തായിലും അതുപോലെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഓ ഇവരെപ്പോഴത്തേക്ക് വണ്ടിയുമെത്തിയാ സായിപ്പൂ. അപ്പൊ ഇതാണ് നമ്മളെ 2 വണ്ടി. അപ്പൊ അതുപോലെ തന്നെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ഈ വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ. ബ്രേക്ക്, ആക്സിലേറ്റർ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. Okay, excellent. Okay. Yeah. So when you go down to brake, no power. Okay. So just brake, just power. Very easy, bro. So you can go no brake, just power. No brake. അങ്ങനെ നമ്മളെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആദ്യം കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കാരണം ഇത് ഫസ്റ്റ് ടൈം റൈഡ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവും ഇത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, മീൻസ് കുറച്ച് റഫായിട്ടൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാക്കും നല്ല അടിപൊളി ട്രാക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ചളിയും കാര്യങ്ങളും അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു ട്രാക്കായിരുന്നു. നമ്മൾ ഡ്രൈവ് അടിപൊളിയായിരുന്നു. ഞാൻ ഡ്രൈവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം.
ആള് വരുന്നത് ചളിയെല്ലാം തുടക്കാന്ന്. സത്യം പറഞ്ഞാലടാ ഈ റോഡിൽ ഇങ്ങോട്ട് വരുന്നത് ഇതേനും നമുക്ക് മറ്റേ ATV കിട്ടണം. അത്യാവശ്യം സ്പേസും ഉണ്ട്. അവര് തെരുവിലായിരിക്കും ഓടിക്കാൻ കുറച്ച് പാടാ. സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ കഴിയൂല. വണ്ടി ഒരു ഭാഗത്തേക്ക് പോകുന്നു. അനക്കൊന്നും ഇത് മിസ്റ്റേക്ക് വരുന്നല്ലേടാ. അങ്ങനെ നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. നമ്മൾ പോകുന്നത് ബിഗ് ബുദ്ധ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ പാക്കേജിൽ ആഡഡ് ആണ്. ഇത് ഫാമിലി ആയിട്ടാണ് പുറത്ത് ഇതിലൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് തുമ്പിക്കൊന്നും ഇതാ അല്ല അത് ഇവരെ ഫുഡ് ഉണ്ടടാ. ഫുഡ് പാക്കേജ്. ഇത് വേറെ വണ്ടിയല്ലടാ. ഇത് ആ വണ്ടിയല്ലല്ലോ. അത് ഇവരെ വണ്ടി ആയിക്കൂടാ. ഇപ്പൊ നമ്മൾ കാണുന്ന ആനയും കാര്യങ്ങളൊക്കെ വേറെ ഒരു സ്പോട്ടാണ്. അത് വേറെ പല ടീമുകൾ അറേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റി പെടുന്നതാണ് ഇതൊക്കെ. ആടെ ഇറങ്ങാൻ പാടില്ലായിരിക്കും. അതിന് പൈസ കൊടുക്കണം. ആ ബുദ്ധന്റെ ബാക്കിലെത്തിയടാ. ഇതാ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ബുദ്ധേന്റെ അടുത്തെത്തി. പക്ഷെ ഇവിടെ ഇപ്പോൾ എൻട്രി ഇല്ല. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ കഴിയും പുറകിൽ നിന്ന്. കാരണം ഇവിടെ എന്തോ മണ്ണിടിച്ചലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ട് ആൾക്കാർ ഇപ്പൊ അതിന്റെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ഇവിടെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാം. അതുപോലെ ഇവിടെ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. താഴെയുള്ള എന്താ പറയാ ദൂരെയുള്ള ബീച്ചും അതുപോലെ ഒരു കിടിലം വ്യൂ ആണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. നമ്മൾ പോകുന്ന സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ പോകുന്നതിന് മുന്നേ അതിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ലൊക്കേഷനിൽ പോയാൽ മതി. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷെ എന്തായാലും നമുക്കിത് കാണാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. നമ്മളെടുക്കുന്ന പാക്കേജ് പോലെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇവിടത്തേക്ക് വരുന്നവർക്ക് വരാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലോ അല്ലെങ്കിൽ ഇവിടത്തേക്കുള്ള സർവീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധയും വിസിറ്റ് ചെയ്ത് പോവാം. നമ്മളെ പാക്കേജിൽ ആഡഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരു അഡീഷണൽ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഇവിടത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം നമ്മളെ ATV റൈഡ് ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആനേനെ കാണുന്ന സ്ഥലത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു ഫോട്ടോസ് ഒക്കെ എടുക്കേ. പക്ഷെ നമ്മളെ ഡ്രൈവർ അതായത് ഈ പാക്കേജിന്റെ ആള് പറഞ്ഞില്ല നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇറങ്ങാൻ കഴിയില്ല, വണ്ടി ജസ്റ്റ് നിർത്തിത്തരാന്ന് മാത്രം പറഞ്ഞു. നോക്കണേ അത് ചെറിയ സ്റ്റെപ്പാ കാല് തന്നു. എടാ സിംഗ് പൊളിക്കും കേട്ടോ. എടുത്തൊക്കെ സിംഗ് ചെയ്ത് നോക്കുമ്പോൾ മാള് താഴെ കൊക്കയിലേക്ക്. സ്നേഹല്ലേ ഇത് പൊളിച്ചിന് കേട്ടോ നമ്മളെ ട്രിപ്പില്. ബിഗ് ബുദ്ധ കണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വന്നത് ഈ സിംഗിന്റെ അടുത്തേക്കാണ്. ഈ സിംഗ് ഈ പാക്കേജിൽ ആഡഡ് ആയിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു സിംഗ് ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു. ഇവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലായത്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സിംഗ്. അങ്ങനെ നമ്മളെ ATV റൈഡ് ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോകുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹലോ നമസ്തേ ബൈ ബൈ. പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ മെല്ലെ അവിടെ നോക്കിയേ. ഞാൻ വിചാരിച്ചു ഇവ എടുക്കൂല. ഇവ കറക്റ്റ് മറ്റേ തെറിപ്പിച്ച് ഞാൻ തെറിപ്പിക്കാനായിട്ട് നിൽക്കുന്നതിന് ഇവരെന്താ